വയനാട്ടിലെ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പുഴയ്ക്ക് സമീപം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 4ആയി. ബാക്കി 4 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വൈഷ്ണ പ്രഭാകരനുണ്ട് വിവരങ്ങളുമായി. വൈഷ്ണ, എന്തായാലും 3 ദിവസമായി തുടരുന്ന തെരച്ചിലിനൊടുവിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ബാക്കി 4 പേർക്കായുള്ള തെരച്ചിലാണ് ഇനി പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അതേ കാർത്തു, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. 3 പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ഇന്ന് 4ാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. മീനാക്ഷി പുഴയ്ക്ക് സമീപം നടത്തിയ തെരച്ചിലാണ് 4ാമത്തെ മൃതദേഹം കണ്ടെത്തിയത്. ഇനി ബാക്കിയുള്ള 4 പേർക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ദിലീപ് ബിഡ്കോൺ എന്ന കമ്പനിയുടെ തുറമുഖ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികളായ 5 പേരെയാണ് ഇതുവരെ കാണാതായിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി 4 പേർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. സമീപത്ത് ചെറിയ മഴയുണ്ട്. ഇനി കൂടുതൽ മഴ വരികയാണെങ്കിൽ അത് തെരച്ചിലിനെ ദോഷകരമായി ബാധിക്കും. എങ്കിലും ഉടൻ തന്നെ അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് NDRF, SDRF സംഘങ്ങളെല്ലാം. ഉടൻ തന്നെ ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെടാവർ നായ്ക്കളടക്കം എത്തി തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നായ മണം പിടിക്കുന്ന സ്ഥലത്ത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് പരിശോധനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു മണ്ണിടിച്ചിൽ ഒരു വലിയ ദുരന്തമായി മാറാതിരുന്നത് ഈ ഒരു തുരങ്കപാത നിർമ്മാണത്തിൻ്റെ ആ കോൺക്രീറ്റ് കെട്ടിടം തടഞ്ഞതാണ് എന്നാണ് ആ കമ്പനി പറയുന്നത്. പക്ഷേ ഇത് ഒരു ലാൻഡ് സ്ലൈഡ് ആണ് എന്ന് പറയുമ്പോഴും ഇനി തുരങ്കപാത നിർമ്മാണ കമ്പനിക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, 50 നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലേ എന്നുള്ളതാണ് അന്വേഷണം നടക്കുക. ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചേക്കും. അതുപോലെ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും സ്ഥലം സന്ദർശിക്കും. ഇന്നലെ മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ച് ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തുരങ്ക നിർമ്മാണ കമ്പനിയുടെ പിഴവാണോ ഈ ഒരു ദുരന്തത്തിന് കാരണം, അതോ ശരിക്കും ഉരുൾപൊട്ടൽ ഉണ്ടായതാണോ എന്നീ കാരണങ്ങളൊക്കെ അന്വേഷിക്കും. വ്യക്തമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം ധനസഹായം നൽകിയിട്ടുണ്ട്. അതുപോലെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ വരികയാണെങ്കിൽ അത് പ്രതികൂലമായി ഈ ഒരു തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ മഴയില്ലാത്ത സമയങ്ങളിൽ ഉടൻ തന്നെ തെരച്ചിൽ നടത്തി ബാക്കി ഇനി കണ്ടെത്താനുള്ള 4 പേരെ കൂടി കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അവിടെയുള്ള NDRF, SDRF സംഘങ്ങളെല്ലാം. കാർത്തു, ശരി, എന്തായാലും കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ 5 പേരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്ന വിവരമാണ് ഈ നിമിഷം ലഭിക്കുന്നത്. മീനാക്ഷി പുഴയ്ക്ക് സമീപം ഫയർഫോഴ്സും പോലീസും അടക്കം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ ഒരു മൃതദേഹം കൂടി കണ്ടെത്തുന്നത്. ഇനി 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. മഴ ചെറിയ രീതിക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.